ചേട്ടാ നമസ്കാരം. നമസ്കാരം. നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾ പറഞ്ഞിരുന്നത് ഒരു പെണ്ണ് കേസ് കൂടെ ആരെങ്കിലും പേരിലൊക്കെ എപ്പോഴെങ്കിലും വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാലും ഇനി സമയമുണ്ട്, നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പല പല ആരോപണങ്ങൾ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ശിവൻകുട്ടി ഈ ഉത്തർപ്രദേശ് കണ്ടെയ്നറുകളിൽ നിന്ന് വിട്ട് നേമത്ത് മദ്യമൊഴുക്കുന്നു എന്നുള്ള ആരോപണങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാലക്കാട് എന്നുള്ള ന്യൂസ് എന്ന് പറയുന്നത്, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പല ആൾക്കാർക്കും പണം കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം അവിടെ ശക്തമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഈ മറ്റ് പാർട്ടികളുടെ ഈ തോൽവിയുടെ ഭയത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണോ? പാലക്കാട് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശോഭാ സുരേന്ദ്രനെ അവിടെ ജയിച്ച പോലെയാണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. കഴിഞ്ഞ ദിവസം ബിഗ് ടിവിയുടെ ഒരു മാധ്യമപ്രവർത്തക ഒരു മൈക്കും തൂക്കി എടുത്തുകൊണ്ട് അവിടെ ബൈറ്റ് എടുക്കാൻ പോയപ്പം എല്ലാവരും ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മുഖത്തുള്ള ഒരു അസ്വസ്ഥത നമുക്ക് കാണാമായിരുന്നു. അവർ പറയുന്നത്, നമുക്ക് ജനാധിപത്യപരമായിട്ടുള്ള ഒരു ബൈറ്റ് ഇതുവരെ കിട്ടിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് BJPയുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയ ആണെന്നാണ് തോന്നുന്നത്. മതേതര ബൈറ്റ് കിട്ടിയില്ല. അപ്പൊ BJPയുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയ ആണ് നിൽക്കുന്നത് എന്ന് അവർ പറയുന്നു. പക്ഷെ അതൊരു മാർക്കറ്റാണ് കേട്ടോ. മാർക്കറ്റിൽ എന്താ, ആരുടെ സ്ട്രോങ് ഹോൾഡാ? മാർക്കറ്റിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ. അവർ കുറെ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് മാറിയൊക്കെ പോകുമെങ്കിലും ഒരാൾ പറയുന്നുണ്ട് ആര് ജയിക്കുമെന്ന് പറയുമ്പോൾ പിഷാരടിക്ക് ചാൻസ് ഉണ്ട്, പക്ഷെ ശോഭ മാത്രമേ ഇവിടെ ജയിക്കുകയുള്ളൂ എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അത് നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ പോലും. അപ്പൊ ഇവരുടെ മുഖത്ത് ഇവർക്ക് ജനാധിപത്യ പരമായിട്ടുള്ള ബൈറ്റ് വരുന്നില്ല, ഇവർക്ക് മതേതരത്വം ഉള്ള ബൈറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ പാലക്കാട് ജയിച്ചതുപോലെയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ നമ്മൾ 30 മണ്ഡലങ്ങൾ ചർച്ച ചെയ്തു, ശക്തമായിട്ടുള്ള. ഇപ്പോൾ പല ആൾക്കാരും ആ 30 മണ്ഡലങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. പക്ഷേ ഇതിൽ ചില അപ്രതീക്ഷിത മണ്ഡലങ്ങൾ കൂടെ അവസാന ലാപ്പിൽ കടന്നു വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചില അപ്രതീക്ഷിത മണ്ഡലങ്ങളിൽ BJP ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തി ചിലപ്പോൾ അട്ടിമറി വിജയം വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് മറ്റ് ഡീറ്റെയിൽസ്? ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നമ്മൾ ഈ സീറ്റിൽ ഇരിക്കുന്നത് വരെ ഈ അടിയൊഴുക്കുകൾ സംബന്ധിച്ച് ഒരു ലാഞ്ചിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ ഈ ദിവസങ്ങൾ, ഇന്നലെ ഇന്നൊക്കെ ആയിട്ടാണ് ഈ അടിയൊഴുക്കുകളുടെ ഒരു ദിനമെന്ന് പറയുന്നത്. മുൻകാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്കത് കാണാൻ കഴിയുമെങ്കിൽ ഇപ്പോഴില്ല. കാരണം അതിനർത്ഥം ജനങ്ങൾ വളരെ നേരത്തെ തന്നെ ഉറച്ചൊരു തീരുമാനം എടുത്തിരുന്നു ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. തോറ്റാലും ജയിച്ചാലും ഇന്ന പാർട്ടിക്ക് ചെയ്യണമെന്നൊരു തീരുമാനം ജനം ഉറച്ച് എടുത്തിരുന്നു എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരു ഓളം നമുക്ക് കാണുന്നുമില്ല ഇവിടെ. ഈ ഒരു നീക്കങ്ങളുടെ കാര്യങ്ങൾ കാണുന്നില്ല. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ നമ്മള് ജനിച്ച കാലം മുതൽ കേൾക്കുന്ന ആരോപണമാണ് ഈ വോട്ടിന് പണം കൊടുത്തു, മദ്യം കൊടുത്തു എന്നൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഞാൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞാനിത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത്തവണ അത് തിരിച്ചു വെച്ചിരിക്കുന്നത് BJPയുടെ നേർക്കാണ്. അതിനർത്ഥം BJP ജയിക്കുന്നല്ലേ. ജയിക്കാത്തൊരു പാർട്ടിയുടെ മുകളിൽ ആരോപണം ഉന്നയിക്കില്ലല്ലോ. ജയിക്കാത്തൊരു പാർട്ടിയുടെ മുകളിൽ എന്താണ് ഈ കൂടുതൽ ഫലമുള്ള മാവിനല്ലേ എറിയത്തുള്ളൂ എന്ന് പറയുന്നതാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഇന്നലത്തെ കലാശക്കൊട്ടിന്റെ കാര്യം ശ്രദ്ധിച്ചാൽ പാലയിലെ, ഒപ്പം തന്നെ കോന്നിയില്, റാന്നിയില് അടക്കം ഈ UDFന്റെ ഭാഗത്തുനിന്ന് ഒരു പരിപാടി നടന്നില്ല. പാലയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് ആളില്ലാഞ്ഞിട്ടാണ് ആ പരിപാടി മാറ്റി വേണ്ടെന്ന് വെച്ചത്. കാരണം ഈ ഷോൺ ജോർജ് വലിയ ആളെയും കൂട്ടിക്കൊണ്ട് അവിടെ വലിയൊരു കലാശക്കൊട്ടൊക്കെ നടത്തി. അപ്പൊ അതിനോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചത്. കോന്നിയിലും റാന്നിയിലും വേറെ എന്തൊക്കെ ഇഷ്യൂവിന്റെ പുറത്ത് അവർ വേണ്ടെന്ന് വെച്ചതാണ്. അങ്ങനെ കുറെ എടുത്തത് വേണ്ടെന്ന് വെക്കുന്നു. പിന്നെ ശുഷ്കമായിട്ടുള്ള ചിലടത്ത് LDF ആണ് ശുഷ്കമായിട്ടുള്ളത്. മഞ്ചേശ്വരത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ആരോ പറയുന്നത് 35 പേരുമായിട്ടാണ് കലാശക്കൊട്ടിന് അവർ വന്നത്. വെറും 35 പേരുമായിട്ട് വന്ന് എന്തൊക്കെയോ കാണിച്ചിട്ട് അവർ പോയി എന്നാണ് പറയുന്നത്. കാരണം അവിടെ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPM. പിന്നെ അവരുടെ കലാശക്കൊട്ടിനൊക്കെ അത്രയും പേര് തന്നെ വന്നത് അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം എല്ലായിടത്തും ഒരു ഓളം ഇന്നത്തെ കലാശക്കൊട്ടിന് BJPക്ക് നടത്താൻ കഴിഞ്ഞു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ശോഭാ സുരേന്ദ്രനെ കുറിച്ചുള്ള അതിനകത്ത് ആ പറയുന്ന ബൈറ്റ് ഉണ്ട് കോൺഗ്രസ്സുകാരൻ. അദ്ദേഹം പറയുന്നത് ക്ഷേത്രത്തിന് 50,000 രൂപ കൊടുത്തു, ഇനി ജയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തുക ക്ഷേത്രത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ക്ഷേത്രത്തിന് പൈസ കൊടുത്ത് മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ശോഭാ സുരേന്ദ്രന് പണം കൊടുത്തതാണ് ഇവരുടെ പ്രശ്നം. ക്ഷേത്രത്തിനെ പുനരുദ്ധരിക്കാനും അല്ലെങ്കിൽ ക്ഷേത്രം സംരക്ഷിക്കാനുമാണ് BJPക്കാരിയായ ഒരു സ്ഥാനാർത്ഥിക്ക് ഹിന്ദു എന്ന് പറയുന്ന വോട്ട് കൊടുക്കുന്നത്. അതല്ലാതെ ആ പണം എടുത്ത് വേറെ എങ്ങോട്ടെങ്കിലും ചെയ്യാൻ. അപ്പൊ ക്ഷേത്രത്തിന് കൊടുത്തതാണ് ഇവരുടെ പ്രശ്നം. അവരതാണ് ഉന്നയിക്കുന്ന കാര്യം.
രണ്ടാമത്തെ ഒരു കാര്യം, ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാലക്കാടെ സംബന്ധിച്ച് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള സംഘടനകളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് മുന്നിൽ അണിനിരക്കുകയാണ്. അതാണ് ഈ കോൺഗ്രസ് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ. അവർക്ക് പെട്ടെന്ന് വർഗീയത പഴയ നമുക്ക് പറയാൻ കഴിയില്ല, കോൺഗ്രസിന് വി ഡി സതീശനൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ കേരളത്തിൽ നിൽക്കുന്നത്. ഇവിടെയാണ് ഈ ഇത്തരത്തിലുള്ള ആളുകൾ, പാലക്കാടൊക്കെ വളരെ ഇതായിട്ട് വളരെ തീവ്രമായ സംഘടനകളാണ് ഈ കോൺഗ്രസോട് ചേർന്ന് നിൽക്കുന്നത്. അവരവിടെ ഒരു സംഘർഷം പോലും ഉണ്ടാക്കിയാൽ അത്ഭുതപ്പെടാനില്ല അതൊരു സാഹചര്യം. അവിടെ അവർ പറയുന്ന കാര്യം ഇതാണ്, ങ്ങൾക്ക് ഇത് കൊടുത്തിരുന്നു, പിന്നെ ഒരു സ്ത്രീക്ക് പൈസ കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അവരുടെ ചികിത്സയ്ക്കോ മറ്റോ, അത് ശോഭാ സുരേന്ദ്രൻ കൊടുത്തതാണോ അല്ലയോ എന്ന് ഇവർ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. സ്വാഭാവികം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നിയമത്തിന് ചീറ്റിപ്പോയി രാവിലെ തന്നെ മദ്യം ഒഴുക്കുന്നു, 336 കോടി രൂപയുടെ മദ്യം. കേരള സംസ്ഥാന സർക്കാർ അത്ര മദ്യം ഇറക്കുന്നില്ല. ഈ 336 കോടി രൂപയുടെ മദ്യം ഇറക്കാൻ ഒരു ഗോഡൌൺ വേണ്ട സുഹൃത്തെ, അത് സൂക്ഷിക്കാനെങ്കിലും ഒരു സാമാന്യ ലോജിക്ക് അനുസരിച്ച്. ചുമ്മാ ആണോ ശിവൻകുട്ടി ആൾക്കാർ ട്രോളുന്നത്? ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇത്രയും കോടി രൂപയുടെ മദ്യം എവിടെ സൂക്ഷിക്കാൻ? കേരളത്തിൽ അതിനുമാതിരിയുള്ള ഗോഡൌൺ ഉണ്ടോ? എന്തായാലും ബി ജെ പിക്കാരുടെ വീട്ടിലൊന്നും അത്ര മദ്യം സൂക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമത്തുള്ള കംപ്ലീറ്റ് ബി ജെ പിക്കാരുടെ വീട്ടിൽ ഈ മദ്യം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തികയത്ത് പിന്നെയും ബാക്കി വരും. റോഡിലൊക്കെ നിരത്തി വെക്കാൻ പറ്റുമോ? അപ്പൊ ഇത് കണക്കുള്ള ആരോപണം, അത് ജയിക്കുമെന്ന് കണ്ടുകൊണ്ട് നടത്തുന്ന ആരോപണം. ഇനി ധനുഷ് ചോദിച്ച പ്രസക്തമായ ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ തുടക്കം മുതലേ പറയുന്നത് 30 മണ്ഡലങ്ങൾ നിർണായകമായ പോരാട്ടം, അതിൽ 12 മണ്ഡലങ്ങൾ ഹൈ പൊട്ടൻഷ്യൽ മണ്ഡലങ്ങൾ, അതിൽ 9 മണ്ഡലങ്ങൾ വിന്നിംഗ് ഇത് സ്റ്റാറ്റസ് നിൽക്കുന്ന മണ്ഡലങ്ങൾ എന്നാണ് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞത്. അതിൽ ഇപ്പോഴും ഞങ്ങൾ മാറുന്നില്ല, അതിൽ തന്നെയാണ്. ഞങ്ങൾ സർവേ ഒന്നും നടത്തിയതല്ല. ഈ വിവിധ ഇടങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചും ആൾക്കാരോട് സംസാരിച്ചും ഞങ്ങൾ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ അനാലിസിസ് ആണ്. ഞങ്ങൾ പറഞ്ഞത് 30 മണ്ഡലങ്ങൾ പൊരിഞ്ഞ പോരാട്ടം, ത്രികോണ പോരാട്ടം, അതിൽ 12 മണ്ഡലങ്ങൾ ഹൈ പൊട്ടൻഷ്യൽ മണ്ഡലങ്ങൾ, അതിൽ 9 മണ്ഡലങ്ങൾ വിന്നിംഗ് പൊസിഷനിലാണ് ഇപ്പോൾ ബി ജെ പി നിൽക്കുന്നത്. ഇനി അവരുടെ കഴിഞ്ഞ ദിവസത്തെ പ്രചരണം നമുക്കറിയില്ല എങ്കിൽ പോലും ഇനി ധനുഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വേറെയും ചില മണ്ഡലങ്ങൾ കൂടി ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൽ ശ്രദ്ധേയ കേന്ദ്രമാകുന്ന ഒരു മണ്ഡലം കോട്ടയം ജില്ലയിലെ വൈക്കമാണ്. ഒപ്പം തന്നെ മറ്റൊരു മണ്ഡലം എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയാണ്. അങ്ങനെ അനവധി മണ്ഡലങ്ങൾ കൂടി ഈ ലിസ്റ്റിലേക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് വലിയ മുന്നേറ്റം നടത്തുന്ന കരുനാഗപ്പള്ളി, ഷൊർണൂര്, വൈക്കം, ഈ പറയുന്ന തൃക്കാക്കര അടക്കമുള്ള, എന്തിനേറെ പറയുന്നത് നമ്മുടെ എറണാകുളത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ്. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ബി ജെ പി ഇതുവരെ കാഴ്ചവെക്കാത്തൊരു പ്രവർത്തനമാണ് അഖിൽമാരാർ. ശരിക്കും തൃക്കാക്കരയ്ക്ക് പ്രത്യേകമുണ്ട് ധനുഷേ. തൃക്കാക്കര മണ്ഡലം തദ്ദേശീയര് കുറവാണ് അവിടെ. അവിടെ ഈ നമ്മുടെ തിരുവനന്തപുരം സിറ്റി പോലെ വരുത്തന്മാരാണ്. ഈ വരുത്തന്മാർ നമ്മൾ മലയാളത്തിൽ പറയും ലോക്കൽ ലാംഗ്വേജ്. അതായത് പുറത്തുനിന്ന് വന്നിട്ട് അവിടെ സെറ്റിലാണ്. അവിടെ ഈ ഫ്ളാറ്റുകളുടെ ഒരുപാട് ഫ്ളാറ്റുകളാണ്. തൃക്കാക്കരന്റെ വോട്ടർമാർ അധികം ഫ്ളാറ്റുകൾ താമസിക്കുന്നവർ. അഖിൽമാരാർക്ക് അവിടെ ഒരു ഫ്ളാറ്റ് ഉണ്ട്. മറ്റേ എന്തോ ഒരു പരിപാടിക്ക് ബിഗ് ബോസ് അതിൽ കിട്ടിയ ഫ്ളാറ്റുകൾക്ക് ഈ കാക്കനാടാണല്ലോ. അപ്പൊ അതൊക്കെ ഈ മണ്ഡലത്തിൽ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഫ്ളാറ്റുകൾ ഒരുപാട് ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ ബോധമുള്ളവർ, ഈ മീൻസ് ഏതാ അന്തം കമ്മിയോ ഇല്ല അന്തം കൊങ്ങിയോ ഇല്ല അന്തം സംഖ്യയോ ഒന്നും ഉള്ളവരല്ല. അവരൊക്കെ കുറച്ച് ഡെവലപ്മെന്റിന് ആഗ്രഹിക്കുന്നതും കുറച്ച് സ്മാർട്ടായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അവരെല്ലാം വിവിധ ജില്ലകളിൽ നിന്ന് അവിടെ വന്ന് ജോലിക്കായി വരികയും അവിടെ സെറ്റിൽ ആകുകയും ചെയ്തവരായി. തിരുവനന്തപുരം സിറ്റിയിൽ അങ്ങനെയുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇതേപോലൊരു ഒരു മണ്ഡലമാണ് തൃക്കാക്കര. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലിബ്രിറ്റി മണ്ഡലമാണ്. എപ്പോഴും സെലിബ്രിറ്റികളാണ് ഇടതുപക്ഷവും മറ്റുള്ളവരെ കൊണ്ട് നിർത്താറുള്ളത്. അപ്പൊ ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് അന്ധമായ രാഷ്ട്രീയ അടിമകളില്ലാത്ത ഒരു മണ്ഡലം. അങ്ങനെ ചില മണ്ഡലങ്ങളുണ്ടല്ലോ. ഇപ്പം ഈ ചെങ്കോട്ട ഇല്ലെങ്കിൽ എന്താണ് ലീഗ് കോട്ട എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഒരു കോട്ടയല്ല ഇത്. പകരം ഇവർക്ക് വേണ്ടത് ഇവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ കഴിയുന്ന ഒരാളെയാണ് അവർക്ക് ആവശ്യം. ഇവിടെ ഈ അഖിൽമാരെ ഒരു വലിയ പരിധി വരെ അതിനകത്ത് റീച്ച് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തുടക്കത്തിൽ വന്നപ്പോൾ അഖിൽമാരാർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചവരുടെ മുമ്പിലേക്ക് താൻ അവിടെ ഒരു മെയിൻ ആളാണ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും ബി ജെ പിക്ക് സാധ്യതകളില്ല എന്ന് നമുക്ക് കരുതാനാകില്ല. കാരണം അവിടെ കഴിഞ്ഞ തവണ 2020 മത്സരിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ തൃക്കാക്കര 2020 വോട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ പറയുന്നില്ല ഡീല് കൊണ്ടാണ് ഈ ബി ജെ പിക്കാര് തൃക്കാക്കരയൊക്കെ 2020 കൊടുത്തത്. ഡീലല്ല. 14,000 വോട്ട് മറ്റേ ഇവര് പിടിച്ചിരുന്നു കഴിഞ്ഞ തവണ. അവർ മത്സരിച്ച് പിടിച്ചു. ബി ജെ പി 13,000 വോട്ടാണ് പിടിച്ചത് തൃക്കാക്കര. അതിന് കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അല്ലായിരുന്നു അവിടെ, അവരുടെ സഖ്യകക്ഷിയായിരുന്നു കണ്ട മത്സരിച്ചത് അവിടെ. അതിന് മുമ്പത്തെ തവണ ബി ജെ പി 24,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അവിടെ 23,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ഈ ബി ജെ പിയുടെ 2020 വോട്ട് കൂട്ടുമ്പോൾ തന്നെ 30,000 മുകളിലേക്ക് പോയില്ലേ. ഇതൊന്ന്. ഇനി പുതിയ വോട്ടർമാര് അഖിൽമാരെന്ന ആ സ്ഥാനാർത്ഥിയുടെ ലേക്ക് ആകർഷിക്കപ്പെടുന്ന വോട്ട്, ഇതെല്ലാം കൂടെ കൂടുമ്പോൾ ഒരു 40-45 വോട്ടിലേക്ക് ഒരു ഹൈപ്പ് ഇതിലേക്ക് കയറാം. അതായത് അവിടെ ഒന്നും ഭട്ടപൂജയായിട്ടുള്ള മണ്ഡലമല്ലത്. അവിടെയാണ് തെറ്റുന്നത്. നമ്മളവിടെ ഈ ബി ജെ പിയുടെ വോട്ട് കണക്കൂട്ടി നിൽക്കുമ്പോഴാണ് അവിടെ തെറ്റ് പറ്റുന്നത്. കുന്നത്തനാടിന്റെ കാൽക്കുലേഷൻ എവിടെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുന്നത്തനാടിലെ ഈ മറ്റേ ഇവര് 2020 ടീം പിടിച്ച വോട്ട് പ്ലസ് ബി ജെ പി വോട്ട്. പൂഞ്ഞാറേക്ക് വരുമ്പോൾ ടി സി പിടിച്ച വോട്ട് 40,000 സംതിങ് വോട്ട് പൂഞ്ഞാറ് പിടിച്ചിട്ടുണ്ട്. പ്ലസ് 19,000 സംതിങ് 20,000 വോട്ട് ബി ജെ പിയുടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരണ്ടേ? ഇപ്പൊ ഇവർ രണ്ടും കൂടെ ചേർന്നല്ലോ. അപ്പൊ ചേരുമ്പോൾ ആ വോട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ.
അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മണ്ഡലമാണ് ഈ തൃക്കാക്കര. ഇനി വൈക്കത്തേക്ക് വന്നു കഴിഞ്ഞാൽ വൈക്കത്ത് അത്യാവശ്യം ബലമുള്ള ഒരു പാർട്ടി തന്നെയാണ് BJP. അവിടെ ഈ CPIയുടെ മുൻ MLA തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നു. അവിടെ ഒരു വലിയ ഓളം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന്. ഇനി ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം ആറന്മുളയാണ്. ഇതൊന്നും നമ്മുടെ ലിസ്റ്റിൽ ഉള്ളതല്ല കേട്ടോ. ഇതൊന്നും നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളെ അല്ല. ആറന്മുളയെ സംബന്ധിച്ച് 37,000 സംതിങ് 38,000 വോട്ട് MP രമേശ് അവിടെ ഉണ്ടായിരുന്നു. MP രമേശ് അല്ല കുമ്മനം. ആറന്മുളയെ സംബന്ധിച്ച് ആറന്മുളയുടെ ഒരു പുത്രൻ എന്നുള്ള നിലയത്താണ് പൈതൃക ഗ്രാമത്തിന്റെ ഉപജ്ഞാതാവ്. എല്ലാം കൊണ്ടും കളം നിറഞ്ഞു നിൽക്കുന്ന ആളാണ് കുമ്മനം. പേര് മാത്രം മതി, രാജശേഖരൻ എന്ന് പോലും പറയണ്ട, കുമ്മനം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞ് ആറന്മുള സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥി. ആ ഒരു പറയുന്ന 38,000 വോട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു 15,000 വോട്ടോടെ പിടിക്കാമെങ്കിൽ വിന്നിംഗ് പൊസിഷനിലേക്ക് അദ്ദേഹം എത്തി. ഈ 37,000 വോട്ട് പിടിക്കുന്ന 2016 ധനുഷ. കഴിഞ്ഞ തവണ ഒരു ബിജു മാത്യു എന്ന് പറ്റോ പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു. BJP ആ മണ്ഡലം കളഞ്ഞു വിളിക്കുകയാണ് ചെയ്തത്. ഇത്തവണ കുമ്മനം വരുമ്പോൾ സ്ട്രോങ് ആയി. അന്ന് MD രമേശ് 37,000 വോട്ട് പിടിക്കുമ്പോൾ അതിനേക്കാൾ 5 വർഷം കഴിയുമ്പോൾ പുതിയ വോട്ടർമാർ അവിടെ കൂടിയിട്ടുണ്ട്. ആളുകളുടെ ചിന്താഗതി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 15,000 വോട്ടോടെ കുമ്മനം പിടിച്ചാൽ ആറന്മുള ഈസി ആയിട്ട് കുമ്മനത്തിൽ ജയിച്ചു കയറാവുന്ന മണ്ഡലമാണ്. ചെങ്ങന്നൂരേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 37,000 വോട്ട് നിലവിൽ MP ഗോകുമാർ അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട്. ആ വോട്ടിന്റെ കൂടെ ഒരു 10,000-20,000 വോട്ടോട് അഡീഷണൽ പിടിച്ചു. അത് അത്ഭുതകരമാണ്. ഈ 20,000 വോട്ടെന്ന് പറഞ്ഞാൽ ചെറിയ കളിയൊന്നുമല്ല. കുമ്മനത്തിന്റെ അവസ്ഥ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം അത് ഇത്ര 13,000-15,000 വോട്ട് ഇത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഷിഫ്റ്റ് സംഭവിക്കാത്ത ഒരു മണ്ഡലമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ അവസാന റൗണ്ടിൽ കയറി വന്ന മണ്ഡലങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ മണ്ഡലങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. തിരുവല്ലയിൽ വലിയൊരു ഹൈപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു മണ്ഡലത്തില് ഈ ഒരു വോട്ട് പാറ്റേൺ അവിടെ പിന്നെ പക്ഷെ വേറെ കൃത്യമായിട്ടൊരു മത സിസ്റ്റം മതി. മാർത്തോമ, യാക്കോബ, ഓർത്തഡോക്സ് ഇതൊക്കെ കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണത്. അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കണക്ക്. പാലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡബിൾ പണി എടുക്കേണ്ടി വരും ഷോൺ. അതായത് ഇപ്പോ അദ്ദേഹത്തിന്റെ ഈ ഇപ്പോഴത്തെ പെർഫോമൻസ് നല്ല രീതിയിൽ ഒരു ഡബിളിങ് വന്നാൽ മതി. കാരണം അവിടെ 25,000 വോട്ടാണ് BJPക്ക്. ആ 25,000 50 ആക്കണം. എന്നാൽ മാത്രമേ അവിടെ ഒരു വോട്ടിംഗ് നടന്നിട്ടില്ല. വോട്ടിംഗ് നടന്നു കഴിയുമ്പോൾ അതിന്റെ ശതമാനം കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് ഏകദേശം പ്രാഥമികമായ ഒരു കണക്കെടുപ്പ് നടത്താൻ പറ്റൂ. ഇപ്പൊ എത്ര 1,00,000 പേര് വോട്ട് ചെയ്തു, 1,00,000 പേര് വോട്ട് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രാഥമികമായിട്ട് അതിനെ 3 ഡിവൈഡ് ചെയ്തുകൊണ്ട് ശരാശരി ഒരു ഇത്ര വോട്ട് പിടിച്ചാൽ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയാൻ പറ്റും. അത് നടക്കാത്തത് കൊണ്ടാണ് നമ്മളൊരു ഊഹം വെച്ച് പറയുന്നത്. ഞാനീ പറയുന്നത് 50,000 വെച്ചിട്ടാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. ഈ 50,000 നടക്കണമെന്നുണ്ടെങ്കിൽ 1,50,000 പേര് വോട്ട് ചെയ്യണം. അതായത് 100-ൽ ഏതാണ്ട് ഒരു 80%, 75-80% പേര് 80% പേര് വോട്ട് ചെയ്യണം. 80% പേര് വോട്ട് ചെയ്യണം. 80% പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളൊന്നും കേരളത്തിലില്ല. മാക്സിമം 63, 67 അത്രയൊക്കെ ഉള്ളൂ പോളിംഗ് ശതമാനമാണ്. പക്ഷെ ഇത്തവണ പോളിംഗ് ശതമാനം കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങള് മുസ്ലിം വിഭാഗം വളരെ കട്ടയ്ക്ക് തന്നെ ഇറങ്ങുകയും അവർ UDFനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ തന്നെ അവർ ഇപ്പോൾ തന്നെ പ്രചരണം നടത്തുന്നു. അപ്പൊ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ കൂടും. പിന്നെ BJP ശക്തമായ ത്രികോണ മത്സരം ഇത്രയും മണ്ഡലങ്ങളിൽ നടത്തുന്നുണ്ട്. ഈ BJP ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് അവർ കൃത്യമായി തന്നെ അവരുടെ അണികളെ അനുഭാവികളെയും കൊണ്ടൊന്ന് വോട്ട് ചെയ്യിക്കും. ഈ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുമ്പോഴാണല്ലോ ഇതിന്റെ എന്താണ് പറയുന്നത് ഹൈ പൊട്ടൻഷ്യൽ ഇത് വരുന്നത്. ഈ ശതമാനക്കണക്ക് കൂടുന്നു, വോട്ടിംഗ് പെർസെന്റേജ് കൂടുന്നു. ഇടതുപക്ഷവും ഇത്തവണ അവരുടെ അണികളെയും അനുഭാവികളെയും കൃത്യമായി കൊണ്ടുവന്ന് തന്നെ വോട്ട് ചെയ്യിക്കും. ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. ഇതിപ്പോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാനിപ്പോ ലാസ്റ്റ് KC വേണുഗോപാലിന്റെ ഒരു ബൈറ്റ് കണ്ടു. അദ്ദേഹം പറയുന്നത് കണ്ണൂരിലുടനീളം CPM വ്യാജ ID കാർഡ് പ്രിന്റ് ചെയ്ത് ഇറക്കുന്നു. ഇന്നലെ രാത്രിയിലും ഭയങ്കരമായി പ്രിന്റ് ചെയ്തു വ്യാജ ID കാർഡ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഭയക്കുന്നുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം. കാരണം കണ്ണൂരൊക്കെ അവർ പ്രതീക്ഷ വെച്ചിരുന്ന മണ്ഡലങ്ങളാണ്, ജില്ലകളാണ്. അവിടുന്ന് ചീട്ട് കീറുന്നു. ഇപ്പൊ BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അത് മൊത്തത്തിൽ അവർ അടി പതറുന്നു എന്നൊരു സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മിക്കവാറും ആളുകൾ പറയുന്നത് പോലെ ഇടതുപക്ഷം ഒരു അബ്സല്യൂട്ടറി മെജോറിറ്റിയിലേക്ക് വന്നില്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തിന് ഹൈപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നിർണായകമാകുന്നത് ഇപ്പോഴും നമ്മൾ ഉറപ്പിച്ചു പറയുന്നു BJP തന്നെയായിരിക്കും. നമ്മൾ വിചാരിക്കുന്നിടത്തായിരിക്കില്ല. സർപ്രൈസ് ആയിട്ടൊരു വിജയം BJPക്ക് ഉണ്ടാകും. ഇത് പറയുന്നത് നമ്മളല്ല, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി IB റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഒരു സർപ്രൈസ് വിജയമായിരിക്കും BJPക്ക്. അതായത് 1, 2, 3 സീറ്റിൽ ഒതുങ്ങില്ല എന്ന് തന്നെയാണ് ക്ലിയർ ചെയ്യുന്നത്. നാഷണൽ മീഡിയാസ് ഞാൻ ഇന്നലെ കണ്ടു, NDTV കണ്ടു, പിന്നെ സി ന്യൂസ് കണ്ടു. ഇവരുടെയൊക്കെ ഒരു സർവേയും കേരളത്തിൽ നടന്നിരുന്നു. അതില് ചില സർവേ 9 മുതൽ 14 സീറ്റ് വരെ BJPക്ക് പറയുന്നു. ഈ IndiaTV.com അവര് 9 സീറ്റ് പറയുന്നു. ചില സർവേ 6 സീറ്റ് പറയുന്നു. ഏറ്റവും മിനിമം നാഷണൽ മീഡിയാസ് നടത്തിയ സർവേയിൽ 5 സീറ്റാണ് അവർ പറയുന്നത്. ഇതൊക്കെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ് കേരളത്തില്. കാരണം BJPയെ കുറിച്ച് പറയുമ്പോൾ ഒന്നുകിൽ സ്കോർ ബോർഡ് 0 to 1 എന്നാണ്. ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത്. 0 to 6, 0 to 12 അല്ലെങ്കിൽ 14 എന്ന് പറയുന്ന നിലയിലേക്ക് അവർ മാറിയിരിക്കുന്നു. ഏതായാലും നമുക്കിത് അറിയേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ വോട്ടിംഗ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ശതമാനം അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് പ്രാഥമികമായിരുന്നു കാണും. അതായത് ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ക്ലിയർ പിക്ചർ കൊടുക്കാൻ പറ്റും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഏകദേശം
അത് നിയമപരമായി പറ്റുന്നതല്ലത്, കാരണം അത് നമുക്ക് അനുവദിക്കാനും കഴിയില്ല. താങ്ക് യു.